ഹലോ, നമസ്കാരം എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിലും നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോ വന്നിട്ട് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മേക്കപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെ പ്രൊഡക്റ്റ് വാങ്ങണം, അതുമാത്രമല്ല മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് തുടങ്ങുകയാണ്, അപ്പം ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യണം, ഇത്രയധികം ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് ഇന്ന് ഞാനൊരു കംപ്ലീറ്റ് ബിഗിനർ മേക്കപ്പ് കിറ്റാണ് കാണിക്കാൻ പോകുന്നത്. മേക്കപ്പ് തുടങ്ങുന്നവർക്ക് വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നും ആ പ്രൊഡക്ട്സ് ഓരോന്നും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഞാൻ നല്ല ഈസി ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ. ഞാനിവിടെ സ്കിൻ പ്രപ്പിനെ കുറിച്ച് പറയുന്നില്ല, കാരണം സ്കിൻ പ്രപ്പിനെ കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കയറി കാണാം കേട്ടോ. സ്കിൻ നന്നായി പ്രപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു മേക്കപ്പ് കിറ്റിൽ, അതായത് സ്കിൻ പ്രപ്പ് അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് കേട്ടോ. മേക്കപ്പ് കിറ്റിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പ്രൈമറാണ്. ഈ പ്രൈമർ എന്തിനാ യൂസ് ചെയ്യണേന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന മേക്കപ്പിന് ഒരു സ്മൂത്ത് ബേസ് ഒരുക്കലാണ് ഈ പ്രൈമറിന്റെ ജോലി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇടുന്ന മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ പ്രൈമർ അത്യാവശ്യമാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇടുന്ന മേക്കപ്പ് പ്രൊഡക്ട്സിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഒരു ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ട് സംരക്ഷിക്കണം കൂടി പ്രൈമർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണെങ്കിൽ നിങ്ങൾ മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമേഴ്സ് ഉണ്ട്, അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ നോക്കുക. അതെല്ലാം നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ തുടക്കക്കാരാണ്, ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പ്രൈമർ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും നന്നായിട്ട് എവറിഡേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രൈമർ വാങ്ങണം കേട്ടോ. അല്ല, ഇടയ്ക്കും തലയ്ക്കാണൊക്കെ ഒരു മേക്കപ്പ് സ്കിന്നിന് അധികം പ്രോബ്ലംസ് ഇല്ലാത്തവരാണ്, അങ്ങനെയുണ്ടെങ്കിൽ പ്രൈമർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമർ എന്തായാലും യൂസ് ചെയ്യുക, അതിന് ശേഷം മാത്രം മേക്കപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ പ്രൈമർ കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ മേക്കപ്പ് കിറ്റിൽ വേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BB ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക BB ക്രീം ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര അപ്ലൈ ചെയ്യാനും ഈസിയാണ്, ഭയങ്കര നാച്ചുറൽ ലുക്കും തോന്നും കേട്ടോ. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് തിരഞ്ഞെടുക്കലാണ്. ഞാൻ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചീക്ക് ബോണിൻ്റെ അവിടെ അല്ലെങ്കിൽ ചീക്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കറക്റ്റ് എക്സാക്ട് ഷെയ്ഡ് എടുക്കുക. സ്കിന്നിൻ്റെ എക്സാക്ട് ഷെയ്ഡ് എടുക്കുക. ഡാർക്കറും വേണ്ട, ഭയങ്കര ലൈറ്ററും വേണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് കൺസീലർ ആണ് കേട്ടോ. കൺസീലർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അണ്ടർ ഐൻ്റെ താഴെ ഉണ്ടാവില്ലേ ബ്ലാക്ക് കളറിൽ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ആക്നെ മാർക്ക്, പിഗ്മെന്റേഷൻ, ബ്ലാക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെയൊക്കെ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡാണ്, പിന്നെ കണ്ടോ പിമ്പിൾസ് വന്ന് പോയതിൻ്റെ പാടുകൾ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, കൺസീലർ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കൺസീലർ എടുത്തിട്ട് ഈ ഫൗണ്ടേഷൻ ഇടുന്ന മാതിരി ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് അണ്ടർ ഐയിൽ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് ജസ്റ്റ് സ്പോട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോമ്പാക്ട് പൗഡർ ആണ്. നമ്മൾ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ കൺസീലർ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണ്ടേ, അതിന് നമുക്ക് നല്ലൊരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ആവശ്യമാണ് കേട്ടോ. കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഈ ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നത് വഴി നമ്മളിട്ട ഫൗണ്ടേഷൻ കൺസീലർ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് സെറ്റ് ആവാനും പിന്നെ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനും മേക്കപ്പ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഈ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ എന്ന് പറയുന്നത് മസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോ പെൻസിലാണ്. പലരും ഓവർലുക്ക് ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഐബ്രോ പെൻസിലാണ് കേട്ടോ. നന്നായി ഷേപ്പ് ചെയ്ത ഐബ്രോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് കുറേയും കൂടി ഡെഫിനിഷൻ കിട്ടും. ഒരു ബിഗിനർ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഐബ്രോ ഭയങ്കര കട്ടിയായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നാച്ചുറലായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, അതിനായിരിക്കും ബെറ്റർ. അടുത്തത് കാജലാണ്. നമ്മൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ കാജൽ മാത്രം മതി എന്നാണ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണുകൾ കൂടുതൽ എക്സ്പ്രസീവ് ആവാനും അത് മാത്രമല്ല ഫേസിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് തോന്നിക്കാനും കാജൽ എഴുതുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്തത് വന്നിട്ട് നമ്മുടെ ഐ മേക്കപ്പിന്റെ കാറ്റഗറിയിലുള്ളത് തന്നെയാണ് മസ്കാര. മസ്കാര എന്ന് പറയുന്നത് നമ്മുടെ ഐലാഷസ് ഉണ്ടല്ലോ അതിന് കുറച്ച് ലെങ്ത്തും വോളിയം ഒക്കെ തോന്നിക്കാനായിട്ട് മസ്കാര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ കണ്ണെഴുതാൻ അറിയാത്ത ഇഷ്ടം പോലെ പേര് എനിക്കറിയാം. അപ്പൊ കണ്ണെഴുതാൻ അറിയാത്തവർക്ക് പോലും മസ്കാര മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ. അടുത്തത് ബ്ലഷ് ആണ്.
ബ്ലഷ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു ലുക്ക് കിട്ടാനായിട്ട് ബ്ലഷ് സഹായിക്കും. നമ്മുടെ കവളുകളിൽ ചെറുതായിട്ട് ചെറിയ അളവിൽ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് തോന്നും. ഒരു ബിഗിനർ ആവുമ്പോൾ അവർക്ക് പീച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തത് വന്നിട്ട് എല്ലാവർക്കും ഇടാൻ ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് കിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇപ്പം ഡെയിലി വെയർ ആയിട്ട് നമുക്കൊരു ന്യൂഡ് ഷെയ്ഡും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് ഷെയ്ഡ്, ഇത്രയും ഈ 2 ഷെയ്ഡും തന്നെ ഉണ്ടായാൽ നമുക്ക് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. അത് മാത്രമല്ല ലിപ് ടിൻ്റ് ഉണ്ടല്ലോ, ലിപ് ടിൻ്റ് യൂസ് ചെയ്യണതും ബിഗിനേഴ്സിന് നന്നായിട്ടിരിക്കും കേട്ടോ. അടുത്തത് മേക്കപ്പ് ടൂൾസ് ആണ്. മേക്കപ്പ് ടൂൾസ് എന്ന് വെച്ചാൽ എത്രത്തോളം മേക്കപ്പിന്റെ ഐറ്റംസ് ഇമ്പോർട്ടൻസ് ആണോ അത്രയ്ക്കും തന്നെ മേക്കപ്പ് ടൂൾസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഒരു സ്പഞ്ച്, ഒരു പൗഡർ ബ്രഷ്, ഒരു ഫൗണ്ടേഷൻ ബ്രഷ്, ഇത് 3എങ്കിലും നമ്മുടെ മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ നമുക്ക് ഇത്രയും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് കുറച്ചും കൂടി ബ്രഷസ് നമ്മുടെ ബ്ലഷിനായിട്ടും ഐബ്രോ ഡിഫൈൻ ചെയ്യാനായിട്ട് കോണ്ടോറിങ്ങിന് അങ്ങനെയൊക്കെ നമ്മളിത് പഠിക്കുന്തോറും നമുക്ക് കുറച്ചും കൂടി അറിവ് ലഭിക്കും. നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ കൂടുതൽ ബ്രഷസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ എക്സ്പെൻസീവ് ടൂൾസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അഫോർഡബിൾ ആയിട്ട് മാസിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ബ്രഷസ് അല്ലെങ്കിൽ മേക്കപ്പ് ടൂൾസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ബിഗിനർ മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. പ്രൈമർ ഞാൻ പറഞ്ഞു, പ്രൈമർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് വൺ വേണ്ടത് എന്നിട്ട് ഒരു BB ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, പിന്നെ ഒരു കൺസീലർ, ഒരു കോമ്പാക്ട് പൗഡർ, ഒരു ഐബ്രോ പെൻസിൽ, ഒരു കാജൽ, ഒരു മസ്കാര, ഒരു ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിഗിനേഴ്സിന് മേക്കപ്പ് കിറ്റിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ബിഗിനറായിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കണോ. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഈ അഫോർഡബിൾ മേക്കപ്പ് കിറ്റ് അല്ലാണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് കിറ്റ്സുകൾ നിങ്ങൾക്ക് കാണണോ, ഈ ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യണ പോലത്തെ, അങ്ങനെ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.